ഓൾവേസ് സ്റ്റുഡൻറ്റിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ 2024 സെപ്റ്റംബർ 13 തീയതിയിലെ കറണ്ട് അഫയേഴ്സ് ആണ് നോക്കാനായിട്ട് പോകുന്നത്. ഈ ഒരു ക്ലാസ്സിന്റെ PDF നോട്ട്സ് നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് നമ്മുടെ ടെലഗ്രാം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇന്ന് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് യൂണിവേഴ്സൽ ബേസിക് ഇൻകം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഷ്യൽ വെൽഫെയർ സ്കീമിനെ കുറിച്ചിട്ടാണ്. അതെന്താണ് കാര്യം എന്നുള്ളത് നോക്കാം. It is a social welfare scheme that provides a fixed, unconditional cash transfer to all eligible individuals or households, irrespective of their income or employment status. അതായത് ഈ ഒരു സോഷ്യൽ വെൽഫെയർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫിക്സഡ് ആയിട്ട് ഒരു അൺകണ്ടീഷണൽ ക്യാഷ് ട്രാൻസ്ഫർ, അതായത് ഒരു പ്രത്യേകം ഒരു കണ്ടീഷൻ ഇല്ലാതെ ക്യാഷ് ട്രാൻസ്ഫർ എല്ലാ എലിജിബിൾ ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് അല്ലെങ്കിൽ വീട്ടുകാർക്കും കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അത് ആ ഒരു വ്യക്തിയുടെ ഇൻകം, അതായത് വരുമാനോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് എന്ത് ജോലി ഉണ്ട് അതൊന്നും ഡിപ്പെൻഡ് ചെയ്യാതെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു ക്യാഷ് ഒരു വ്യക്തിക്ക് ഒരു വീടിനോ കൊടുക്കുക എന്നുള്ളതാണ് ഈ ഒരു സോഷ്യൽ വെൽഫെയർ സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ കോൺസെപ്റ്റ് ഓഫ് UBI അപ്പീലിംഗ് ഇൻ ദ 2016-17 economic survey. However, the current chief economic advisor V. Ananda Nageshwaran has dismissed it, asserting that it is unnecessary for the country. അപ്പൊ ഇങ്ങനെ ഒരു കോൺസെപ്റ്റ് ആദ്യമായിട്ട് വരുന്നത് 2016-17 എക്കണോമിക് സർവേയിലാണ്. പക്ഷെ ഇപ്പോഴത്തെ ചീഫ് എക്കണോമിക് അഡ്വൈസർ ആയിട്ടുള്ള വി അനന്ത നാഗേശ്വരൻ ഈ ഒരു കോൺസെപ്റ്റ് അദ്ദേഹം വേണ്ട എന്ന് പറഞ്ഞ് ഡിസ്മിസ് ചെയ്തു. കാരണം നമ്മുടെ രാജ്യത്തിന് ഈ ഒരു സ്കീമിന്റെ ആവശ്യമില്ല, അത് അൺനെസസറി ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. With automation and AI reducing job growth, the idea of UBI is gaining momentum globally, including in India. അതായത് ഇപ്പോ പല വിധത്തിൽ പല മെഷീൻസ് ഒക്കെ കൊണ്ടുവന്ന് ഓട്ടോമേഷൻ ചെയ്യണു, അല്ലെങ്കിൽ AI കൊണ്ടുവന്ന് പല രീതിയിലുള്ള വർക്കുകൾ ചെയ്യണു. അപ്പൊ അതൊക്കെ കാരണം കൊണ്ട് ഈ ജോലി കുറെയൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ UBI എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് ലോകത്തിൽ മൊത്തത്തിലൊരു മൊമെന്റം കൊണ്ടുപോയി, അതായത് അത് വേണം എന്നുള്ള രീതിയിൽ ഒരു ഇത് വരുന്നുണ്ട്. അത് ഇന്ത്യയിലും അത് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. While some argue that UBI can address lack of demand and rising inequality, others suggest that India's focus should be on expanding social safety nets rather than a full UBI. അപ്പോൾ എല്ലാവരും പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് വശമുണ്ട് ഇതിന്. ഇപ്പൊ UBI കൊണ്ടുവന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു UBI കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനീക്വാളിറ്റി കൂടി വരുന്ന ഇനീക്വാളിറ്റി ഒക്കെ കുറയ്ക്കാനായിട്ട് പറ്റും എന്ന് പറയുന്നു. പക്ഷെ ഒരു വിഭാഗം പറയുന്നത് ഇങ്ങനെ UBI പോലെയുള്ള സ്കീം കൊണ്ടുവരുന്നതിനേക്കാളും ബെറ്റർ മറ്റ് നല്ല രീതിയിലുള്ള സോഷ്യൽ സേഫ്റ്റി സ്കീമുകൾ കൊണ്ടുവരാം, അല്ലാതെ ഫുള്ളായിട്ട് UBIയിലേക്ക് പോവരുത് എന്നാണ് പറയണത്. അപ്പൊ UBI എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ ജോലി ഇല്ല അല്ലെങ്കിൽ ഇൻകം കുറവുള്ള ജോലി അങ്ങനെയൊക്കെയുള്ള ആളുകൾക്ക് ഒരു ഫിക്സഡ് ആയിട്ട് ഒരു മന്ത്ലി ക്യാഷ് കൊടുക്കുക എന്നുള്ളതാണ് UBI എന്ന് പറയുന്ന ഒരു സ്കീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനെ അനുകൂലിച്ചുകൊണ്ടും പ്രതികൂലിച്ചുകൊണ്ടും അഭിപ്രായങ്ങളുണ്ട്. പക്ഷെ ഇതുവരെ ഇന്ത്യയിൽ അത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടില്ല. അപ്പൊ അത്രയാണ് UBI സ്കീമിനെ കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് നാനോ ഫെർട്ടിലൈസറിനെ കുറിച്ചിട്ടാണ്. അപ്പൊ എന്താണ് നാനോ ഫെർട്ടിലൈസർ എന്ന് നോക്കാം. നാനോ ഫെർട്ടിലൈസേഴ്സ് ആർ അഡ്വാൻസ്ഡ് ഫെർട്ടിലൈസേഴ്സ് എഞ്ചിനീയർഡ് യൂസിങ് നാനോ ടെക്നോളജി ടു ഇംപ്രൂവ് ന്യൂട്രിയന്റ് ഡെലിവറി ടു പ്ലാന്റ്സ്. അതായത് സസ്യങ്ങളിലേക്ക് കൃത്യമായിട്ട് ന്യൂട്രിയൻസ് ഡെലിവറി ചെയ്യാൻ വേണ്ടി നാനോ ടെക്നോളജി യൂസ് ചെയ്ത് ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ് ആണ് നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുന്നത്. ദേ കണ്ടെയ്ൻ ന്യൂട്രിയൻസ് ഇൻ നാനോ സൈസ്ഡ് പാർട്ടിക്കിൾസ് വിച്ച് എലോ ഫോർ ബെറ്റർ അബ്സോർപ്ഷൻ, എഫിഷ്യന്റ് യൂസ് ആൻഡ് റെഡ്യൂസ്ഡ് എൻവയോൺമെന്റൽ ഇമ്പാക്ട് കമ്പയർഡ് ടു കൺവെൻഷണൽ ഫെർട്ടിലൈസേഴ്സ്. അപ്പൊ ഈ ഒരു നാനോ ഫെർട്ടിലൈസേഴ്സിന്റെ പ്രത്യേകത അതിന്റെ അകത്തുള്ള ന്യൂട്രിയൻസ് നാനോ സൈസിലുള്ള പാർട്ടിക്കിൾസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ സസ്യങ്ങൾക്ക് ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കാൻ പറ്റും. അതായത് അങ്ങനെ അത് നല്ല എഫിഷ്യന്റ് ആയിട്ട് അതിനെ യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ കാരണം കൊണ്ട്
നാനോ ഫെർട്ടിലൈസേഴ്സിന്റെ ഉപയോഗം കാരണം എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ, അതായത് പാരിസ്ഥിതികമായിട്ട് ഫെർട്ടിലൈസേഴ്സ് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ കുറച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അതായത് കൺവെൻഷണൽ, അതായത് നമ്മൾ സാധാരണ രീതിയിൽ ട്രഡീഷണൽ ആയിട്ട് ഉപയോഗിക്കുന്ന കീടനാശിനികളെയൊക്കെ സംബന്ധിച്ച് നാനോ ഫെർട്ടിലൈസർ കുറച്ച് എൻവയോൺമെന്റൽ ഇമ്പാക്റ്റേ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഈസ് പ്രൊമോട്ടിംഗ് നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് as a cost-effective indigenous alternative to imported granular form of DAP, especially for Punjab's rabi season crops. അപ്പോൾ ഒരു നാനോ ഫെർട്ടിലൈസറിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഇതിൽ പറഞ്ഞ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് എന്ന് പറയുന്ന ആ ഒരു നാനോ ഫെർട്ടിലൈസറിന് പൈസ, അതായത് കോസ്റ്റ് കുറവാണ്. അതുപോലെ തന്നെ ഇന്ത്യയിൽ കൺവെൻഷണൽ ആയിട്ട് യൂസ് ചെയ്ത് വരുന്നത് ഗ്രാനുലാർ ഫോമിലുള്ള, അതായത് ചെറിയ ചെറിയ പൊടി പൊടിയായിട്ടുള്ള ഗ്രാനുവൽ ഫോമിലുള്ള ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ആണ്. അപ്പൊ അതിനൊരു ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഈ ഒരു നാനോ ഡൈ അമോണിയം ഫോസ്ഫേറ്റ് ഇന്ത്യയിൽ ഗവൺമെന്റ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പൊ ഇത് കൂടുതലായിട്ട് ഹെൽപ്ഫുൾ ആവാൻ പോകുന്നത് പഞ്ചാബിലെ റാബി സീസൺ ക്രോപ്സിനാണ്. അവിടെയാണ് കൂടുതൽ ഇങ്ങനത്തെ കൃഷിയും കാര്യങ്ങളുള്ളത്. അവിടെയാണ് ഈ ഒരു ഗ്രാനുലാർ ഡാപ്പ് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. അതിന് പകരം നാനോ ഡാപ്പ് യൂസ് ചെയ്യാന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നത്. നാനോ ഡാപ്പ് ഈസ് ചീപ്പർ ആൻഡ് ഈസിയർ ടു ട്രാൻസ്പോർട്ട് വിത്ത് എ 500 ml ബോട്ടിൽ കോസ്റ്റിംഗ് ₹600 covering 1 acre compared to granular DAP ₹1,350 per 50 kilogram bag. അതായത് നാനോ ഡാപ്പ് എന്ന് പറയുമ്പോൾ അത് ചീപ്പറാണ്, പൈസ കുറവാണ്, ട്രാൻസ്പോർട്ടേഷൻ ഈസിയാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെറും 1/2 ലിറ്ററിന്റെ 500 ml ഒരു ബോട്ടിലിന് 600 രൂപ മാത്രമാണ് അതിന്റെ പ്രൈസ് ആവുന്നത്. അത് 1 ഏക്കറോളം കൃഷിഭൂമിയിൽ ഉപയോഗിക്കാനായിട്ട് പറ്റും. പക്ഷെ അതിന് പകരം ഗ്രാനുലാർ ഡാപ്പ് ആണെങ്കിലോ 50 കിലോഗ്രാമിന്റെ ഒരു ബാഗിന് 1350 രൂപയോളം വില വരും. അതായത് നാനോ ഡാപ്പിന്റെ ഇരട്ടി വിലയാണ് ഗ്രാനുലർ ഫോമിൽ വരുന്നത്. ഇന്ത്യസ് ഫസ്റ്റ് നാനോ ഡാപ്പ് ലിക്വിഡ് പ്ലാന്റ് ഈസ് ഇൻ കലോൾ, ഗാന്ധിനഗർ, ഗുജറാത്ത്. അപ്പൊ ഇന്ത്യയിൽ ഈ ഡാപ്പിന്റെ ഏറ്റവും ആദ്യത്തെ ഒരു പ്ലാന്റ് ഗുജറാത്തിലെ ഗാന്ധിനഗറിലുള്ള കലോളിലാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ നാനോ ഫെർട്ടിലൈസർ എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ട് അതിന്റെ കോസ്റ്റ് കുറവാണ്, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും, പിന്നെ അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ എളുപ്പമാണ്, പിന്നെ അത് കാരണം ഉണ്ടാവുന്ന ഈൽഡും കൂടുതലാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നാനോ ഫെർട്ടിലൈസറിന് പല രീതിയിലുള്ള നാനോ, ഇപ്പൊ പറഞ്ഞ നാനോ ഡാപ്പ്, നാനോ യൂറിയ, അതിന്റെ ഒക്കെ ഉപയോഗം പ്രൊമോട്ട് ചെയ്യാനായിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പിങ്ങിനെ കുറിച്ചിട്ടാണ്. നോക്കാം. IBCA ഈസ് എ multi-country, multi-agency coalition to strengthen global cooperation and mobilize financial and technical resources to support the entire ecosystem associated with conservation of big cat species and their habitat. Big cats എന്ന് പറയുന്നത് ഒരു 7 സെറ്റ് ഓഫ് കാറ്റ്സ് ആണ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഇത്തരത്തിലുള്ള ബിഗ് കാറ്റ് സ്പീഷീസിനെ കൺസർവ് ചെയ്യുക, അവരുടെ ഹാബിറ്റാറ്റ് കൺസർവ് ചെയ്യുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യത്തോടു കൂടി അതിനു വേണ്ടിയിട്ട് ഫിനാൻഷ്യൽ ആൻഡ് ടെക്നിക്കൽ സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടി ഒരു ഗ്ലോബൽ ലെവലിലുള്ള മൾട്ടി കൺട്രി മൾട്ടി ഏജൻസി ഗ്രൂപ്പിംഗ് ആണ് IBCA എന്ന് പറയുന്നത്. ലോഞ്ച്ഡ് ബൈ ദ ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ ഇൻ 2023 at an event commemorating 50 years of Project Tiger in India. അപ്പൊ ഈ ഒരു ഇന്റർനാഷണൽ ഗ്രൂപ്പിംഗ് സ്റ്റാർട്ട് ചെയ്തത് ഇന്ത്യയാണ്. ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ 2023 നമ്മുടെ ഇന്ത്യയിലുള്ള പ്രൊജക്ട് ടൈഗർ എന്ന് പറയുന്ന സ്കീമിന്റെ 50 വർഷം കമമറേറ്റ് ചെയ്യുന്ന ആ ഒരു ഇവന്റിലാണ് ഈ ഒരു ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്ലോബൽ കോർപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന്റെ ഒബ്ജക്റ്റീവ് വരുന്നത് സ്ട്രെങ്തൻ ഗ്ലോബൽ കോർപ്പറേഷൻ ആൻഡ് എഫേർട്സ് ഫോർ കൺസർവേഷൻ ഓഫ് 7 ബിഗ് കാറ്റ് സ്പീഷീസ്: ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ ആൻഡ് പ്യൂമ ആൻഡ് ദെയർ ഹാബിറ്റാറ്റ്സ്. അപ്പോൾ ഇതിൽ പറയുന്നുണ്ട് 7 ബിഗ് കാറ്റ് സ്പീഷീസ് ഉണ്ട്. ഏതൊക്കെയാണ്? ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ, ജാഗ്വർ, പ്യൂമ. ഇതാണ് 7 ബിഗ് കാറ്റ് സ്പീഷീസ്. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ടുള്ള കൺസർവേഷൻ എഫേർട്ടുകൾ കൂട്ടിക്കൊണ്ടുവരാൻ, അവരുടെ ഹാബിറ്റാറ്റ് കൺസർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ഗ്രൂപ്പിങ്ങിന്റെ ഉദ്ദേശം. ഔട്ട് ഓഫ് ദ 7 ബിഗ് കാറ്റ്സ്, 5 tiger, lion, leopard, snow leopard and cheetah are found in India, and India hosts 70% of the world's tiger population and has seen steady growth in its Asiatic lion population. അപ്പോൾ ഇന്ത്യയിൽ ഈ ബിഗ് കാറ്റ്
ഏതൊക്കെയാണുള്ളത് നോക്കുകയാണെങ്കിൽ 5 ഈ 7 5 ഇന്ത്യയിലുണ്ട്. ഏതൊക്കെയാണത്? ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ്, ചീറ്റ. ഈ 5 ഇന്ത്യയിൽ കാണുന്നത്. അപ്പൊ ഈ ലോകത്ത് കാണുന്നതിന്റെ 70 ലോകത്തിലുള്ളതിന്റെ 70% ടൈഗർ പോപ്പുലേഷനും ഇന്ത്യയിലാണ് കാണുന്നതെന്നാണ് പറയുന്നത്. പിന്നെ അതുപോലെ തന്നെ ഏഷ്യാറ്റിക് ലയൺ എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്പീഷീസ് ഇന്ത്യയിലെ ഗിർ ഫോറസ്റ്റിൽ മാത്രമാണ് കാണുന്നത്. വേറെ എവിടെയും ലോകത്തിൽ ഇനിയിപ്പോൾ അത് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഇന്ത്യയിലുള്ള ഗിർ ഫോറസ്റ്റിൽ മാത്രമാണ് ഏഷ്യാറ്റിക് ലയൺ പോപ്പുലേഷൻ ഉള്ളത്. അത് ഭയങ്കര കുറവായിരുന്നു പോപ്പുലേഷൻ, പക്ഷെ റീസെന്റ് ആയിട്ട് അതിന്റെ ഗ്രോത്ത് വരുന്നുണ്ട് എന്നാണ് പറയണത്. അപ്പൊ ഇന്ത്യയിൽ ഉള്ള ബിഗ് കാറ്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? 5 ടൈഗർ, ലയൺ, ലെപ്പേർഡ്, സ്നോ ലെപ്പേർഡ് ആൻഡ് ചീറ്റ എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇന്റർനാഷണൽ ബിഗ് കാറ്റ് അലയൻസിനെ കുറിച്ചിട്ട് ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ നാഷണൽ സാമ്പിൾ സർവേ എന്ന് പറയുന്നതാണ്. അത് പുതിയതായിട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഒരു കമ്മിറ്റിയാണ്. അത് വേറൊരു കമ്മിറ്റീനെ റീപ്ലേസ് ചെയ്ത് വരുന്നതാണ്. നോക്കാം നമുക്ക്. ദ യൂണിയൻ മിനിസ്ട്രി ഡിസോൾവ്ഡ് ദ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഹെഡഡ് ബൈ എമിനന്റ് എക്കണോമിസ്റ്റ് ആൻഡ് ഫോർമർ ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഓഫ് ദി കൺട്രി പ്രണബ് സെൻ, സൈറ്റിംഗ് ഓവർലാപ്പിംഗ് റോൾസ് വിത്ത് സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ നാഷണൽ സാമ്പിൾ സർവേ. അതായത് പുതിയതായി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സ്റ്റിയറിംഗ് കമ്മിറ്റി ഫോർ നാഷണൽ സാമ്പിൾ സർവേയുടെ റോളുമായിട്ട് ഓവർലാപ്പ് ചെയ്യുന്നു എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു കാരണം പറഞ്ഞുകൊണ്ട് യൂണിയൻ മിനിസ്ട്രി എന്ത് ചെയ്തിരിക്കുകയാണ്? സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ ഹെഡ് എന്ന് പറയുന്നത് ഒരു ചീഫ് എക്കണോമിസ്റ്റും അതുപോലെ തന്നെ ഫോർമർ ഒരു ചീഫ് സ്റ്റാറ്റിസ്റ്റീഷ്യനുമായിട്ടുള്ള പ്രണബ് സെൻ ആയിരുന്നു അതിന്റെ ഹെഡ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പോൾ ഗവൺമെന്റ് ഡിസോൾവ് ചെയ്തിരിക്കുകയാണ്. ദ സ്റ്റിയറിംഗ് കമ്മിറ്റി വിൽ അഡ്വൈസ് the ministry on survey methodologies, including aspects like sampling frames, design and survey instruments similar to SCOS. അതായത് നേരത്തെ പറഞ്ഞ ഇപ്പോൾ ഡിസോൾവ് ചെയ്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സിനെ പോലെ തന്നെ, അല്ലെങ്കിൽ അവർക്കുള്ള ഡ്യൂട്ടി ആയിരുന്ന കാര്യങ്ങളാണ് ഇനിയിപ്പോൾ സ്റ്റിയറിംഗ് കമ്മിറ്റി ചെയ്യാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മിനിസ്ട്രിക്ക് സർവേ മെത്തഡോളജീസിനെ കുറിച്ചിട്ട് അഡ്വൈസ് കൊടുക്കുക. അതായത് എന്തൊക്കെയാണ് സാമ്പിളിംഗ് ഫ്രെയിം, ഡിസൈൻ, സർവേ ഇൻസ്ട്രുമെന്റ്സ് എന്തൊക്കെയാണ് ചൂസ് ചെയ്യേണ്ടത്, കാര്യങ്ങളൊക്കെ മിനിസ്ട്രീനെ അഡ്വൈസ് ചെയ്യുക എന്നുള്ളതാണ് ഈ സ്റ്റിയറിംഗ് കമ്മിറ്റിയുടെ ഇപ്പോഴത്തെ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത്. ദ സ്റ്റിയറിംഗ് കമ്മിറ്റി കൺസിസ്റ്റ് ഓഫ് 17 members, including at least 4 members retained from SCOS and will serve a tenure of 2 years. അപ്പോൾ ഇപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരിക്കുന്ന സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ 17 മെമ്പേഴ്സ് ആണുള്ളത്. അതിൽ SCOS നിന്ന് നേരത്തെ ഡിസോൾവ് ചെയ്ത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ സ്റ്റാറ്റിസ്റ്റിക്സിൽ നിന്നുള്ള കുറഞ്ഞത് ഒരു 4 മെമ്പേഴ്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആയിരിക്കും. ഇതിന്റെ ഒരു കാലാവധി വരുന്നത് 2 വർഷമാണ്. സ്റ്റിയറിംഗ് കമ്മിറ്റി ഹാസ് ഹയർ നമ്പർ ഓഫ് ഒഫീഷ്യൽ നമ്പേഴ്സ് കമ്പയർഡ് ടു SCOS, വിച്ച് ഇൻക്ലൂഡ് സെവറൽ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ്. അപ്പൊ സ്റ്റിയറിംഗ് കമ്മിറ്റിയിൽ നേരത്തെ ഉണ്ടായിരുന്ന SCOSനെ കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി ആൾക്കാരുടെ എണ്ണം കൂടുതലാണ്, ഒഫീഷ്യൽ മെമ്പേഴ്സിന്റെ എണ്ണം കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ് സ്റ്റിയറിംഗ് കമ്മിറ്റി ഓഫ് നാഷണൽ സാമ്പിൾ സർവേനെ കുറിച്ചിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ലാസ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് യൂറോപ്യൻ ഹൈഡ്രജൻ വീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഇവന്റിനെ കുറിച്ചിട്ടാണ്. ഇന്ത്യ വിൽ ബി എക്സ്ക്ലൂസീവ് പാർട്ണർ ഓഫ് യൂറോപ്യൻ ഹൈഡ്രജൻ വീക്ക് ഇൻ നവംബർ 2024. 2024 നവംബറിലാണ് യൂറോപ്യൻ ഹൈഡ്രജൻ വീക്ക് നടക്കാൻ പോകുന്നത്. അതിൽ ഇന്ത്യ ഒരു എക്സ്ക്ലൂസീവ് പാർട്ണർ ആയിരിക്കും. യൂറോപ്യൻ ഹൈഡ്രജൻ വീക്ക് ഈസ് ആൻ ആനുവൽ ഇവന്റ് ഓർഗനൈസ്ഡ് ബൈ യൂറോപ്യൻ കമ്മീഷൻ, ഹൈഡ്രജൻ യൂറോപ്പ് ആൻഡ് അതേഴ്സ്. അപ്പോൾ യൂറോപ്യൻ കമ്മീഷൻ, ഹൈഡ്രജൻ യൂറോപ്പ് അതുപോലെയുള്ള മറ്റ് ഓർഗനൈസേഷൻസ് കൂടി ചേർന്ന് നടത്തുന്ന വർഷാവർഷം നടത്തുന്ന ഒരു ഇവന്റ് ആണ് യൂറോപ്യൻ ഹൈഡ്രജൻ വീക്ക്. ഇറ്റ് സെർവ്സ് ആസ് എ പ്ലാറ്റ്ഫോം ടു ഡിസ്കസ് ഫ്യൂച്ചർ ഓഫ് ഹൈഡ്രജൻ ടെക്നോളജീസ്, പോളിസി ഡെവലപ്മെന്റ് ആൻഡ് ദെയർ റോൾ ഇൻ ഡീകാർബണൈസിംഗ് യൂറോപ്സ് എക്കണോമി. അപ്പോൾ ഈ ഒരു പ്ലാറ്റ്ഫോമിന്റെ ഉദ്ദേശം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഭാവിയിലേക്കുള്ള ഹൈഡ്രജൻ ടെക്നോളജീസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുക, അതിനു വേണ്ടിയിട്ടുള്ള പോളിസികൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ യൂറോപ്യൻ എക്കണോമിനെ ഡീകാർബണൈസ് ചെയ്യാനായിട്ടുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഇവന്റിന്റെ ഉദ്ദേശം. ഇന്ത്യ അലയൻസ് വിത്ത് ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സ് ലൈക്സ് ദിസ് ടു ഡീകാർബണൈസ് ഇൻഡസ്ട്രീസ് ആൻഡ് എനർജി സിസ്റ്റം, അഡ്വാൻസിംഗ് ഇസ് കമ്മിറ്റ്മെന്റ് ടു പാരീസ് എഗ്രിമെന്റ് ആൻഡ് നെറ്റ് സീറോ 2070 ടാർഗറ്റ്. അപ്പൊ ഇന്ത്യ ഇത്തരത്തിലുള്ള ഗ്ലോബൽ ഇനീഷ്യേറ്റീവ്സുമായിട്ട് അലൈൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം ഇന്ത്യയിലുള്ള ഇൻഡസ്ട്രീസിനും എനർജി സിസ്റ്റത്തിനെയൊക്കെ ഡീകാർബണൈസ് ചെയ്യണം,
അതുവഴി ഇന്ത്യയുടെ പാരീസ് എഗ്രിമെന്റിന്റെ കമ്മിറ്റ്മെന്റും 2070 നെറ്റ് സീറോ ടാർഗറ്റും ഒക്കെ അതുവഴി അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഇത്തരം ഗ്രൂപ്പിംഗ് ആയിട്ട് അല്ലെങ്കിൽ ഇത്തരം ഇവന്റുമായിട്ട് അലൈൻ ചെയ്യുന്നതിന്റെ ഉദ്ദേശം. This partnership will establish India as a global leader in green hydrogen sector, reinforcing its commitment to climate change mitigation and sustainable development. അപ്പൊ ഇത്തരത്തിലുള്ള പാർട്ട്ണർഷിപ്പുകൾ ഇന്ത്യനെ ഒരു ഗ്ലോബൽ ലെവലിൽ ഗ്രീൻ ഹൈഡ്രജൻ സെക്ടറിന്റെ ലീഡറായിട്ട് മാറ്റാനായിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ഇന്ത്യ ക്ലൈമറ്റ് ചേഞ്ച് കുറച്ച് കൊണ്ടുവരാൻ അല്ലെങ്കിൽ അത് ശമിപ്പിക്കാനായിട്ടുള്ള ഒരു ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അതുപോലെ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് വേണ്ടിയിട്ട് ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യണം ഇത്തരം ഗ്രൂപ്പിംഗ് അല്ലെങ്കിൽ ഇവന്റുകളിൽ സഹകരിക്കുന്നതിലൂടെ ഗ്ലോബൽ ലെവലിൽ ഒരു മാറ്റം ഉണ്ടാക്കിയെടുക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് ഇന്ത്യയുടെ ഉദ്ദേശം. ഓക്കെ, അപ്പൊ ഇത്രയാണ് യൂറോപ്യൻ ഹൈഡ്രജൻ വീക്കിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു കറണ്ട് അഫയേഴ്സിന്റെ സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. ഹെൽപ്ഫുൾ ആയെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.